സോണിയ മൽഹാറിലേക്കാണ് പോകുന്നത്. സോണിയ, വളരെ ചുരുങ്ങിയ സമയമേ ഉള്ളൂ, എങ്കിലും താങ്കളെ കേൾക്കേണ്ടതുണ്ട് ഈ സമൂഹം. നോക്കൂ, തുറന്നു പറച്ചിലുകളിൽ കേസെടുക്കാനുള്ള സാഹചര്യം കൂടി ഒരുങ്ങുന്നതോടുകൂടി ഇനി അങ്ങോട്ടൊരു പക്ഷേ നിങ്ങൾ നേരിടേണ്ടി വരുന്ന ആക്രമണങ്ങൾക്ക് കൂടി അതൊരു അറുതി വരുത്തുന്നുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. എങ്ങനെയാണ് കേസുമായി ബന്ധപ്പെട്ട സാഹചര്യങ്ങളിൽ മുന്നോട്ട് പോകുന്നത്? ഇപ്പോൾ സർക്കാർ വീണ്ടും ഒരു അന്വേഷണ കമ്മിറ്റിയെ നിയോഗിച്ചു. പൂങ്കുഴലി മാഡം ഇന്ന് തന്നെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ കേസുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ടോ, എങ്ങനെയാണ് അബ്യൂസ് നടന്നത് തുടങ്ങി സകല കാര്യങ്ങളും മാഡം എന്നോട് വിശദമായിട്ട് ചോദിച്ചു മനസ്സിലാക്കി. ഏതെങ്കിലും തരത്തിലുള്ള പോലീസ് പ്രൊട്ടക്ഷൻ ആവശ്യമുണ്ടെങ്കിൽ പോലും പറയണം എന്നുള്ള രീതിയിൽ പറഞ്ഞു. ഇത്തരത്തിൽ ഞാൻ എൻ്റെ വ്യക്തിപരമായ തീരുമാനമാണ് കേസുമായിട്ട് മുന്നോട്ട് പോകണ്ട എന്നുള്ളത്. പക്ഷേ പോകണമെങ്കിൽ ഇപ്പോൾ പലരും പറയുന്ന കേട്ടു, കേസ് കൊടുക്കാത്ത രീതിയിൽ നമ്മളെ പിന്തിരിപ്പിക്കാനാണ് കമ്മിറ്റി വന്നതൊക്കെ. അത് ശരിയല്ല, എൻ്റെ അനുഭവത്തിൽ ശരിയല്ല. കാരണം മാഡം എന്നോട് മാക്സിമം കേസ് കൊടുക്കാനാണ് എന്നെ നിർബന്ധിച്ചത്. പക്ഷേ ഞാനാണ് വ്യക്തിപരമായ എൻ്റെ ചില കാരണങ്ങൾ കൊണ്ട്, എനിക്കതിന് സമയമില്ലാത്തത് കൊണ്ട്, ഒരു സോഷ്യൽ വർക്കർ ആയതുകൊണ്ട്, ഒരുപാട് ഒരു കമ്മിറ്റ്മെൻറ്റിലേക്ക് ഞാൻ നിൽക്കുന്ന ഒരു സമയം ആയതുകൊണ്ട് എനിക്ക് ഒരു മിനിറ്റ് പോലും ഇതിന് മാറ്റിവെക്കാനില്ലാത്തത് തന്നെയാണ് കേസുമായിട്ട് മുന്നോട്ട് പോകാത്തത്. ഇപ്പോൾ എന്തിനാണ് തുറന്ന് പറഞ്ഞതെന്ന് ചോദിച്ചാൽ, ഈ കലാമേഖലയിൽ, ചലച്ചിത്ര മേഖലയിൽ എല്ലാം വളരെ ക്ലിയറാണ്, പരിശുദ്ധമാണെന്ന് പറഞ്ഞ് പലരും വന്നതും ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഉൾപ്പെടെ വന്നപ്പോൾ ഉണ്ടാകുന്ന അലിഗേഷനും ആശങ്കകളും ഒക്കെ വന്നപ്പോൾ അതല്ലല്ലോ സിനിമാ മേഖലയിൽ. നമ്മൾ 2013 തന്നെ നമ്മൾ ആദ്യമായിട്ട് പോകുമ്പോൾ തന്നെ ഒരാൾ, ഒരു വലിയ നടൻ ഉൾപ്പെടെ നമ്മളെ ഹോൾഡ് ചെയ്യാൻ, നമ്മുടെ വിത്തൗട്ട് പെർമിഷൻ നമ്മുടെ ശരീരത്തെ സ്പർശിക്കാൻ, അത് ഒരു റേപ്പ് അറ്റംപ്റ്റോ വേറെ ഒന്നുമല്ല എങ്കിൽ പോലും അതൊരു നമ്മുടെ ഇഷ്ടമല്ലാതെ നമ്മുടെ വിരൽത്തുമ്പിൽ പോലും ഒരുത്തൻ തൊടേണ്ട ആവശ്യമില്ല. അതിനി എത്ര വലിയ നടനായാലും ഏത് പദവിയിലിരിക്കുന്ന ആളായാലും ശരിയാണ്. അത്തരത്തിലുള്ള വൃത്തികേടുകൾ ഇനി ഈ ചലച്ചിത്ര മേഖലയിൽ ഉണ്ടാകരുത്. ഇത് കുറച്ച് പേര് കാണിക്കുന്ന വൃത്തികേടാണ് സിനിമാ മേഖലയിൽ മുഴുവൻ ആളുകൾക്കും പേരുദോഷം വന്നിരിക്കുന്നത്. അങ്ങനെ ഒരു സാഹചര്യം കൂടി ഉള്ളത് കൊണ്ടാണ് ഇപ്പോൾ അത് തുറന്നു പറയേണ്ടത് എവിടെ വരെയാണ്, അല്ലെങ്കിൽ ആ പേരുകൾ പറയണോ, ഇതൊക്കെ താങ്കളുടെ ചോയ്സ് ആണ്. പക്ഷെ എന്നിരിക്കൽ പോലും ഇങ്ങനെ ഒരു പുകമറ ഇപ്പോൾ ഉണ്ടല്ലോ, പേര് പറയാതെ ചില ആരോപണങ്ങൾ വരുമ്പോൾ. എന്നത് മാത്രമല്ല, ഇപ്പോൾ പൊതുസമൂഹം വളരെ ആരാധനയോട് കാണുന്ന ചില ആളുകൾ ഉണ്ടായിരിക്കും. ഇനി ഇത്തരത്തിൽ അവരിൽ നിന്ന് ഇത്തരത്തിൽ മോശം അനുഭവം നേരിട്ടിട്ടുള്ള വേറെ സ്ത്രീകൾ ഉണ്ടായിരിക്കും. അപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ ഈ പേര് പറയുന്നത് അവരെ കൂടുതൽ ധൈര്യത്തോടെ മുന്നിലേക്ക് വരാൻ, ഈ വ്യക്തിയിൽ നിന്നും എനിക്കും ആരോപണം നേരിട്ടിട്ടുണ്ടല്ലോ, അല്ലെങ്കിൽ അതിക്രമം നേരിട്ടിട്ടുണ്ടല്ലോ, അപ്പോൾ ഇത് ഇയാളുടെ ഒരു സ്ഥിരം ലൈനാണ്, പുറത്ത് വരേണ്ട ആളാണ് എന്നതിലേക്കൊരു ആത്മവിശ്വാസത്തിലേക്ക് വരുന്നതിന് കാരണമാകില്ലേ? അത് ആണ് എന്നുള്ളതിന് അടിവരയിട്ടുകൊണ്ട് തന്നെ പറയുകയാണ്. അല്ല, പൊതുജനങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഏത് രീതിയിൽ വേണമെങ്കിലും എടുക്കാം. പക്ഷേ ആത്യന്തികമായി നമ്മൾ ഇപ്പോൾ ഒരു റേപ്പ് ചെയ്യപ്പെടുന്ന ഒരു പെൺകുട്ടിയാണെങ്കിൽ കൂടി അവൾ ഒരുപാട് തവണ കോടതി മുറികളിലും വക്കീലന്മാരുടെ മുമ്പിലും എല്ലാ സ്ഥലത്തും വീണ്ടും വീണ്ടും വേർബലി റേപ്പ് ചെയ്യപ്പെടുന്നു നമ്മൾ കേട്ടിട്ടുണ്ട്. അതേ അവസ്ഥയിൽ തന്നെയാണ് ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരുന്നത്. ഞാൻ എന്തുകൊണ്ട് പേഴ്സണലി ഇതിനകത്തൊരു കേസുമായിട്ട് പോകുന്നില്ല എന്ന് വെച്ചത്, ആരെയും ഭയപ്പെട്ടിട്ടോ പലരും ചോദിച്ച ഏതെങ്കിലും ഭീഷണി കൊണ്ടോ അങ്ങനെയൊന്നുമില്ല. ഈ വ്യക്തിയായിട്ട് ആ പ്രശ്നത്തിന് ശേഷം ഇത്രയും വർഷവും സൗഹൃദത്തിൽ പോകുന്ന ആളാണ്. അതിനുശേഷം ആ റെസ്പെക്റ്റ് ആണ്. ഒരു വാക്കുകൊണ്ട്, ഒരു മെസ്സേജ് കൊണ്ട് പോലും വാട്സപ്പിലൊക്കെ ഉണ്ട്. ഇതുവരെ എന്നെ ഒരു 3 days ആയിട്ട് ഈ പേരുകൾ ഞാനായിട്ട് എവിടെയും പറഞ്ഞിട്ടില്ല. എങ്കിൽ പോലും അദ്ദേഹം ഒന്ന് വിളിക്കുകയോ അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് എന്നെ വീണ്ടും അതിലേക്ക് വലിച്ചിട്ടോ അങ്ങനെ ഒരു വാക്ക് പോലും അദ്ദേഹം ചോദിച്ചിട്ടില്ല. ഞാൻ കൊടുക്കാവുന്ന ഏറ്റവും വലിയ ശിക്ഷയായിട്ടാണ് ഞാനത് കരുതുന്നത്. ഇപ്പം ഞാനൊരു പേര് പറഞ്ഞാൽ എന്താ സംഭവിക്കുക ഇവിടെ? ഓക്കെ, നീ എൻ്റെ പേര് പറഞ്ഞോ, അപ്പം അത്രേ ഉള്ളൂ, അപ്പം നിനക്കുള്ള പണി അടുത്ത തരാം, അല്ലെങ്കിൽ ചലച്ചിത്ര മേഖലയിൽ നീ നിൽക്കുന്ന കാണാം എന്ന് ചിലപ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ അയാൾ അങ്ങനെ ചെയ്യുമെന്നല്ല ഞാൻ പറയുന്നത്. സ്വാഭാവികമായിട്ടും ആളുകൾക്ക് എങ്ങനെയാണ്, അബ്യൂസ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്രതിയുടെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ ഇരയെ ഒഴിവാക്കുക. അത് സോഷ്യൽ മീഡിയ അറ്റാക്ക് ആവാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള നമ്മളെ പിന്തിരിപ്പിക്കൽ ഇതായിരിക്കും വരിക എന്നുള്ളത്. എനിക്കിതിലൊന്നും മരിക്കാൻ പോലും എന്നെ സംബന്ധിച്ച് എനിക്ക് പേടിയില്ല. താങ്കൾ പറയുന്നത് അങ്ങനെ വ്യക്തിപരമായ ദുരനുഭവം നേരിട്ട ആളുമായി ഇപ്പോഴും സൗഹൃദത്തിലാണ്. ഞാൻ കഴിഞ്ഞ എനിക്ക് തോന്നുന്നു ഒരു 6 മാസം മുന്നേ വരെ പല കാര്യങ്ങൾക്കായിട്ട് സഹകരിക്കേണ്ട കാര്യം മീൻസ് അവരുടെ ₹1 ഞാൻ മേടിക്കുകയോ കഴിക്കുകയോ ചെയ്തിട്ടില്ല. പല പട്ടിണിപ്പാവങ്ങൾക്കും ഓരോ ആവശ്യം പറയുമ്പോഴത്തേക്ക് അവരുടെ കുടുംബങ്ങളെ സംരക്ഷിക്കുകയും നിരവധി പെൺകുട്ടികളെ പഠിപ്പിക്കാനും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇയാൾ വേറെ ഏതെങ്കിലും തരത്തിൽ ആരെങ്കിലും അബ്യൂസ് ചെയ്യുമെന്ന് ഞാൻ ഈ സമയം വരെ, വ്യക്തമായ തെളിവില്ലാതെ വേറെ ആരെങ്കിലും ആരോപണം പറഞ്ഞാൽ പോലും ഞാൻ ഈ സമയം വരെ വിശ്വസിക്കുന്നില്ല. കാരണം നമ്മൾക്കൊക്കെ അത്രയും സ്വീകാര്യനായ വ്യക്തിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു താരം ആ രീതിയിൽ, പിന്നെ അവർ വളരെ കുടുംബപരമായിട്ട് ഐക്യതയിൽ കഴിയുന്ന ഒരു ഫാമിലിയാണ്. അതിലേക്ക് ഇൻ്റർഫെയർ ചെയ്യാനും അവരുടെ കുഞ്ഞുങ്ങൾ, വൈഫ്, നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. ഇപ്പം ഞാൻ എന്നെപ്പോലെ ഒരു പെണ്ണ് അവരെയാണ് പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു ഫാമിലിയാണ്. അപ്പം ഈ മുണ്ടഴിക്കാൻ വരുന്നവന്മാരും ഒരു പെണ്ണിൻ്റെ മടിക്കുത്ത് പിടിച്ചഴിക്കാൻ വരുന്നവന്മാരും ചിന്തിക്കണം, അവർക്കും ഫാമിലി ഉണ്ട്, അവർക്കും ഭർത്താവും കുട്ടികളും ഒക്കെ ഉണ്ടെന്നുള്ളത്. അപ്പോൾ സ്ത്രീ എന്ന് പറയുന്നത് ഒരു അവർക്ക് ഇട്ട് കളിക്കാവുന്ന ഒരു സെക്സ് ടോയ് ആയിട്ട് ആളുകൾ ഉപയോഗപ്പെടുത്തരുത്. അത് ഈ മേഖലയിലെന്നല്ല, എല്ലാ മേഖലയിലുള്ള ആണുങ്ങൾക്ക് ഇതൊരു പാഠമായിരിക്കും. തന്നെ പറയുന്നതനുസരിച്ച് ആ വ്യക്തിയുമായി ഇപ്പോഴും
സൗഹൃദം ഉണ്ടാകുന്ന പോസിറ്റീവായിട്ടൊരു സാഹചര്യമുണ്ട്. അന്ന് അത്തരത്തിലൊരു ദുരനുഭവം നേരിട്ടു. ഇപ്പോൾ അത് ആരാണെന്ന് പറയാൻ താല്പര്യമില്ല. അദ്ദേഹത്തിന് മറ്റു ഒരു തരത്തിലേക്കും കൊണ്ടുപോകാൻ താല്പര്യമില്ല. ഇല്ല ആ ഫാമിലി എനിക്ക് വലിച്ചഴിക്കാൻ താല്പര്യമില്ല. പക്ഷേ ലീഗലി അതായത് മാഡം ഇന്നിപ്പോ നമ്മുടെ സഖാവ് പിണറായി സർക്കാർ നിയമിച്ച ഇപ്പോൾ വന്ന ഈ കമ്മിറ്റി അവർ ചോദിച്ച കാര്യങ്ങൾക്ക് വ്യക്തമായി ഞാൻ മറുപടി കൊടുത്തിട്ടുണ്ട്. ഞാൻ വെറുതെ വന്നൊരു ആരോപണം പറഞ്ഞ് ഏതെങ്കിലും ഒരു മാന്യനെ കരിവാരി തേച്ചുകൊണ്ട് അമ്മ കമ്മിറ്റിയോ അല്ലെങ്കിൽ അമ്മ പോലെയുള്ള സംഘടനയെ കരിവാരി തേക്കാനോ വലിയ വലിയ സ്റ്റാറുകളെ കരിവാരി തേക്കാനൊന്നുമല്ല, ആരുടെയെങ്കിലും പണം പിൻപറ്റാനൊന്നുമല്ല. ഞാൻ ഇന്നും അന്തസ്സായിട്ട് കഷ്ടപ്പെട്ട് കടം വാങ്ങിയും ഒക്കെയാണ് ഞാൻ എൻ്റെ ഹസ്ബൻഡ് ക്യാൻസർ വന്ന് മരണപ്പെട്ട ആളാണ്. ഈ സംഭവം നടക്കുമ്പോൾ ഹസ്ബൻഡ് ജീവനോടെ ഉണ്ട്. വന്ന് ആദ്യം അയാളോടാണ് പറയുന്നത്. പിന്നെ എൻ്റെ ഏറ്റവും അടുത്ത ഒരു 5 സുഹൃത്തുക്കൾക്ക് അറിയാം. ബാക്കി ആരും മരിച്ചിട്ടില്ല, എല്ലാവരും ഉണ്ട്. ആ സംഭവം നടക്കുമ്പോൾ തന്നെ ഈ പേരടക്കം അവർക്കൊക്കെ അറിയാം. പക്ഷേ ഇപ്പോഴും ഞാനത് പറയാത്തതോ അവർ പോലും എവിടെയും പറയാത്തത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കൊടുക്കുന്ന ഒരു മാന്യത, ഓപ്പോസിറ്റ് നിൽക്കുന്നവൻ തെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മളോട് മാപ്പ് പറഞ്ഞത് കൊണ്ടാണ്. എനിക്ക് പിന്നീട് ഒരിക്കൽ പോലും ഞാൻ അന്ന് ഡിഫെൻഡ് ചെയ്യാൻ തുടങ്ങിയതാണ്. കാരണം ഒരു വിത്തൗട്ട് നമുക്ക് അങ്ങനത്തെ ഒരു ഇത് വന്നപ്പോൾ എല്ലാ മേഖലയിലും എവിടെ പോയാലും നമ്മൾ സൂക്ഷിക്കണം. എൻ്റെ അമ്മ എപ്പോഴും പറയും, ഇപ്പോഴും അമ്മ വിളിച്ചു, ഇങ്ങോട്ട് വരുമ്പോഴും വിളിച്ചു, ഒരു സ്റ്റുഡിയോയിൽ നിന്ന് അടുത്ത സ്റ്റുഡിയോയിൽ പോകണം, കൈരളിയിലേക്ക് പോകാമെന്ന് ഓൾറെഡി പറഞ്ഞു. ശരി പോയി സംസാരിക്കുമെന്ന് അമ്മ പറഞ്ഞു. സാധാരണഗതിയിലാണെങ്കിൽ അമ്മ പിന്തിരിപ്പിക്കും. പക്ഷെ അമ്മയ്ക്കിപ്പോൾ മനസ്സിലായി അമ്മയുടെ മോൾ സംസാരിക്കുന്നത് അമ്മയുടെ മോൾക്കുള്ള സെക്യൂരിറ്റി മാത്രമല്ല, ഒരുപാട് പെൺകുട്ടികളുടെ ജീവനും അവരുടെ അഭിമാനത്തിൻ്റെ ചോദ്യമാണെന്നുള്ളത്. അപ്പം മടിക്കുത്ത് അഴിക്കുന്നവൻ പേടിക്കണം. ഇനി പെണ്ണുങ്ങൾക്ക് ചോദിക്കാൻ ഒരു ആർജവമുള്ള ഒരു സ്റ്റേറ്റ് ഉണ്ടെങ്കിലും ആർജവമുള്ള ഒരു നീതിന്യായ വ്യവസ്ഥയുണ്ടെങ്കിലും ഒരുത്തനും വന്ന് മടിക്കുത്ത് അഴിക്കില്ല. ഇതൊന്നും വലിയ കാര്യമൊന്നുമല്ല. ഇപ്പം നമുക്ക് സെക്സ് ഫ്രീ കൺട്രി ആയിട്ടുള്ള രാജ്യങ്ങളുണ്ട്, അവിടെ എല്ലാം നടക്കുന്നുണ്ട്. ഇവിടെ അതിനുള്ള ചോയ്സസ് ഇല്ലെങ്കിൽ ഒരുപാട് ലൈംഗിക ദാരിദ്ര്യം അനുഭവിക്കുന്ന ആളുകളാണ്. അതുകൊണ്ടാണല്ലോ പിഞ്ചു കുഞ്ഞുങ്ങളെ അവതരിപ്പിക്കുന്നത്. സോണിയ മൽഹാർ നോക്കൂ, ഇപ്പോൾ ശരിയാണ് താങ്കൾ പറയുന്ന പോലെ അങ്ങനെയുള്ള രാജ്യങ്ങൾ ഉണ്ടായിരിക്കാം. പക്ഷെ അപ്പോഴും ഈ അനുവാദമില്ലാതെ തൊടുക എന്നുള്ളത് അവിടെയും അതൊരു സ്ത്രീക്ക് ഉണ്ടാക്കുന്ന മെന്റലി ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ഫിസിക്കലി ഉണ്ടാക്കുന്ന ട്രോമ അതൊന്നും തന്നെയല്ലേ? തീർച്ചയായിട്ടും മാഡം. അതായത് നമ്മളുടെ വിരൽത്തുമ്പിൽ നമ്മളുടെ മാതാപിതാക്കൾ നമ്മുടെ സഹോദരങ്ങളോ അല്ലാതെ പോലും തന്നെ നമ്മൾ അന്യ പുരുഷൻ, അത് നമ്മളുടെ അന്യ സ്ത്രീ ആയാലും ശരിയാണ്. ഇപ്പം നമ്മൾ പെൺകുട്ടികളൊക്കെ ഓക്കെ, ഇപ്പോൾ നമ്മളൊരു പെൺകുട്ടി അറിയുന്നതാണെങ്കിൽ ഓടിച്ചെന്ന് ബാക്കിൽ കൂടെ കെട്ടിപ്പിടിക്കും. ചിലപ്പോൾ നമ്മൾ അത്ര അടുപ്പമുണ്ടെങ്കിൽ, നമുക്ക് ഒരു അടുപ്പമില്ലാത്ത ഒരാളെ ഒരു പെണ്ണിനെ ആദ്യമായിട്ട് പരിചയപ്പെട്ട് 10 മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ ഒരു പെണ്ണിനെ പോയി നമ്മൾ ഹഗ് ചെയ്യോ? ഒരിക്കലും ഇല്ല. അപ്പോൾ അതൊരു ആണ് ചെയ്യാൻ പാടില്ല. ഒരാളുടെ വിരൽത്തുമ്പിൽ അവളുടെ അനുവാദം ഇല്ലാതെ, അത് പെണ്ണാണ്, ആ പെണ്ണിന് റെസ്പെക്റ്റ് കൊടുക്കണം എന്നുള്ള ഇതൊരു ഒരു സെക്സ് ടോയ് ആണ്. അവളെ എന്ത് കാര്യത്തിനും കിട്ടും. അപ്പം നോക്കുമ്പോഴത്തേക്ക് റേപ്പ് സീനിൽ അഭിനയിക്കുന്നു, പ്രസവ സീനിൽ അഭിനയിക്കുന്നു, ഡ്രസ്സ് കുറച്ച് മാറ്റി താഴ്ത്തി വെക്കാൻ പറഞ്ഞാൽ അഭിനയിക്കുന്നു, ബ്ലൗസ് ഇടുന്നു, ലുങ്കി ഉടുക്കുന്നു, പൊക്കിൾ കാണിക്കാൻ പറഞ്ഞാൽ അങ്ങനെ അഭിനയിക്കും. ഇതൊക്കെ ഒരു ആർട്ടിസ്റ്റിൻ്റെ അവരുടെ ഒരു അഭിനേത്രിയുടെ രീതികളാണ്. അവർ ആ കലയ്ക്ക് കൊടുക്കുന്ന. നോക്കൂ, ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ ഇതിപ്പോ കേസുമായി ബന്ധപ്പെട്ടൊന്നും പോയില്ലെങ്കിലും ഈ വിഷയത്തിൽ താങ്കളോട് മോശമായി പെരുമാറിയ വ്യക്തിക്ക് ഉണ്ടാകേണ്ട എന്തോ ഒന്ന് അത് ഇതിനോടകം ഈ നമ്മൾ ഈ പ്രോസസ് ഇസ് ദ പണിഷ്മെന്റ് എന്നൊക്കെ പറയില്ലേ, അതെ. ഈ മെന്റൽ നമ്മൾ ഇപ്പൊ എനിക്കധികം മെന്റൽ മെലഡി ഡ്രാമയിലേക്ക് അങ്ങനത്തെ സാധനങ്ങളിലേക്ക് പോയില്ല. ഞാൻ ഭയന്നു എന്നുള്ളത് സത്യമാണ്, കരഞ്ഞു എന്നുള്ളത് സത്യമാണ്. പിന്നെ ഈ വ്യക്തി മാപ്പ് പറഞ്ഞപ്പോഴും ഹസ്ബൻഡ് വന്ന് അതിന് നമ്മൾക്ക് വേണ്ടുന്ന ഒരു സാന്ത്വനം തന്നപ്പോൾ നമ്മളത് വിട്ടു. നമുക്ക് വേറെ ഡ്രാമയിലൊന്നും പോയില്ല. ഇപ്പൊ ഇതേപോലെ പറഞ്ഞ പോലെ മറ്റുള്ള ആൾക്കാർ നമ്മൾ അബ്യൂസ് ചെയ്യാൻ നമ്മൾ നിന്ന് കൊടുത്തിട്ടുമില്ല. ഇതൊക്കെ അഭിമുഖീകരിക്കുന്ന പെൺകുട്ടികളുണ്ട്. അപ്പൊ അവരെ പോലെ ഉള്ളവർ എന്തോരം അനുഭവിച്ചിട്ടുണ്ടെന്ന് ഇപ്പം ഈ 3 ദിവസം കൊണ്ട് അയാൾ ഉറങ്ങിക്കാണൂല, കാണൂല, എല്ലാം അഭിനയം മാത്രമായിരിക്കും. അയാളുടെ വീട്ടിൽ അയാൾക്ക് ഉണ്ടാവുന്ന ഒരു മെൻ്റൽ സ്ട്രെസ് ഉണ്ട്. ദൈവമേ ഇപ്പോൾ പറയും എൻ്റെ പേര് പറയുമോ, ഞാനാണെന്ന് പറഞ്ഞാൽ എല്ലാം ഇതുവരെ ഉണ്ടാക്കിയതെല്ലാം തീർന്നല്ലോ, അവർ കയറി പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഇത് അങ്ങനെ ചിന്തിച്ചായിരിക്കും ഇരിക്കുന്നത്. പേര് പറഞ്ഞു കഴിഞ്ഞാൽ അത്രേ ഉള്ളൂ, പറയുന്നതോടുകൂടി തീർന്ന് നിങ്ങൾ ചാനലുകാർ ഇത് കുറച്ച് പബ്ലിസിറ്റി ചെയ്യും, ഇതെല്ലാം ആക്കും. അപ്പോൾ അന്ത ഭയം ഉള്ളിൽ ഇങ്ങനെ തീ പോലെ നമ്മൾ പറയത്തില്ലേ, ആ സാധനം അവിടെ ഇരുന്ന് കുറച്ച് ദിവസം കത്തണം, അത്രേ ഉള്ളൂ. ഇപ്പം എനിക്ക് ഞാൻ ഉദ്ദേശിച്ച സാധനങ്ങളൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടാവും. എനിക്കിപ്പോൾ ജയിലിൽ കയറ്റാനോ അല്ലെങ്കിൽ അത് പറഞ്ഞിട്ട് അങ്ങനെയൊന്നും ഇല്ല. ആളിപ്പോഴും സൗഹൃദത്തിലുള്ള ആൾക്കാർ തന്നെയാണ്. പക്ഷേ ഇങ്ങനെ എത്ര സൗഹൃദം ആയാലും എന്തുകൊണ്ട് നിങ്ങളിപ്പോൾ ഇത്ര സുഹൃത്തായിട്ട് നിങ്ങൾ പറയുന്നു എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ഒറ്റ ഉത്തരമാണ് ഇപ്പോൾ പെൺകുട്ടികൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ദാരിദ്ര്യം. അതായത് 18 വയസ്സിന് താഴെയുള്ളവരെ പീഡിപ്പിക്കുന്നെന്ന് പറയുന്നു. ഇതില്ലാന്നൊന്നും ഒരാളും പറഞ്ഞാൽ ഇന്ന് ആണൊരുത്തനെ കണ്ടു, പൃഥ്വിരാജ് വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു. ഇപ്പോൾ പവർ ഗ്രൂപ്പിൻ്റെ കാര്യങ്ങൾ അദ്ദേഹം ഉണ്ടെന്നും പറയുന്നില്ല,
ഇല്ലെന്നും പറയുന്നില്ല, വളരെ വ്യക്തമായിട്ട് ആ ലാംഗ്വേജുകൾ. അപ്പോൾ അതുപോലെ ആണുങ്ങൾ വന്ന് മുന്നോട്ട് പറയാൻ ഈ സിനിമാ സംഘടനയിലും ഇനി ആളുകൾ ധൈര്യത്തോടെ മുന്നോട്ട് വരണം. ശരി, നോക്കൂ, സമയപരിമിതി ഉള്ളത് കൊണ്ടാണ് ഒരു കാര്യം കൂടി ചോദിക്കട്ടെ. ഇപ്പോൾ അന്വേഷണ സംഘം താങ്കളെ ബന്ധപ്പെട്ടു എന്ന് പറഞ്ഞു. അപ്പോൾ ഇനിയിപ്പോൾ ഈ തുറന്നു പറച്ചിലുകൾക്ക് സ്ത്രീകൾക്ക് ധൈര്യം പകരുന്ന തരത്തിലാണോ അവരുടെ ഇടപെടൽ? അതിൽ വിശ്വാസം അർപ്പിക്കാമോ ഇനി തുറന്നു പറയാൻ ഇരിക്കുന്ന ഒരു സ്ത്രീക്ക്? ഉറപ്പായിട്ടും അതിലൊക്കെ ഞാൻ സർക്കാരിന്റെ ഭാഗം തന്നെ. ബിക്കോസ് ഞാനും വിചാരിച്ചു, ഇപ്പം ഞാൻ പൂങ്കുഴലി IPS എന്ന് പറഞ്ഞാൽ എനിക്ക് മെസ്സേജ് വന്നപ്പോൾ ആക്ച്വലി ഞാൻ ആദ്യം ഒന്ന് ഓക്കെ ഇത് നമ്മളെ ട്രാപ്പിൽപ്പെടുത്താനാണോ എന്നൊക്കെയുള്ള പല ഇതും ഞാൻ വിചാരിച്ചു, മനസ്സിലാക്കി. പിന്നെ എന്തായാലും ഞാൻ അത് ഫേസ് ചെയ്യാൻ തീരുമാനിച്ചു. ഞാൻ തിരിച്ച് മറുപടി ഇട്ടു, മാഡം ഈ ടൈമിൽ വിളിക്കട്ടെ എന്ന് വിളിച്ചു, ഞങ്ങൾ സംസാരിച്ചു. അപ്പോൾ മാഡം നല്ല ഭംഗിയായിട്ട് നമ്മളെക്കാൾ നന്നായിട്ട് മലയാളം പറയുന്നു. ഞാൻ കംഫർട്ടായിട്ട് കാര്യങ്ങൾ സംസാരിച്ചു. എനിക്ക് വളരെ ഫ്രണ്ട്ലി ആയിട്ട്, അതൊരു പോലീസിൻ്റെ നയമാവാം. അവരെക്കുറിച്ച് പല അലിഗേഷനും പല സ്ഥലത്തും ആളുകൾ പറയുന്നുണ്ട്, പല ചാനൽ ചർച്ചയിൽ അവരെക്കുറിച്ച് പറയും. ഇതൊന്നും എൻ്റെ കൺസേൺ അല്ല. സ്റ്റേറ്റ് നിയമിച്ച ഒരു ബോഡി ആണെങ്കിൽ അവർ നമുക്ക് വേണ്ടുന്ന റൈറ്റ് തന്നില്ലെങ്കിലാണല്ലോ നമ്മൾ അപ്പോഴും പ്രതികരിക്കേണ്ടത്. ഇപ്പോൾ രാഷ്ട്രീയപരമായ കൂടിച്ചേർക്കലുകളൊന്നും എന്നെ സംബന്ധിച്ച് ഞാനില്ലാത്ത രാഷ്ട്രീയ ലാഭം കൊയ്യാനോ ആരെങ്കിലും ബ്ലെയിം ചെയ്തിട്ട് അകത്താക്കാനോ സൊസൈറ്റിയെ പൊളിക്കാനോ സ്റ്റേറ്റിനെ പൊളിക്കാനോ ഒന്നുമില്ല. എൻ്റെ കേരളം നാണം കെട്ട് നിൽക്കുകയാണ്. എന്നെ നാഷണൽ മീഡിയ വിളിച്ച് NDTV, റിപ്പബ്ലിക് TV അറിയാവുന്ന ഇംഗ്ലീഷിലൊക്കെ ഞാൻ സംസാരിച്ചു. ഇന്നും കൊടുത്തു. ഇന്ന് ദുബായ് റേഡിയോ ഈ നാഷണൽ മീഡിയ അടക്കമുള്ളത്. ഇപ്പം നമ്മൾ എൻ്റെ ഫോട്ടോ ഒക്കെ ചോദിച്ചു, നാളേക്ക് ഇനി എന്താണ് വരുന്നതെന്നൊന്നും എനിക്കറിയത്തില്ല.